പ്രതിപക്ഷ തൊഴിലാളി യൂണിയൻ സംഘടനകൾ ആഹ്വാനം ചെയ്ത സമരത്തിൽ ഭരണപക്ഷ തൊഴിലാളി യൂണിയൻ സംഘടനകളോട് ചേർന്ന് ഒരു സമരം നടത്തുകയുണ്ടായി. കൊല്ലത്ത് KMML മുന്നിലാണ് ഇത്തരമൊരു സംഭവം നടന്നിരിക്കുന്നത്. നമുക്കറിയാം, കേരളം ഭരിച്ചിരിക്കുന്നത് LDFും UDFുമാണ്. കേരളത്തിലെ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് കൊല്ലം ജില്ലയിലെ ചവറയിലുള്ള KMML. അവിടുത്തെ കരിമണൽ കൊണ്ട് അറിയാം, കരിമണൽ കർത്തയുടെ കാര്യങ്ങളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഈ കരിമണൽ ഉള്ള സ്ഥലങ്ങൾ അവിടുത്തെ പാവപ്പെട്ട ആ പ്രദേശത്തെ അവിടുത്തെ ജനങ്ങളുടെ കയ്യിൽ നിന്നും ഈ KMML എടുക്കുകയുണ്ടായി. അതിന് തുച്ഛമായ പൈസ കൊടുത്തിട്ടാണ് ഈ പ്ലാന്റ്, മിനറൽ സെപ്പറേഷൻ പ്ലാന്റ് KMMLന്റെ മദർ പ്ലാന്റാണ്. KMML എന്ന വ്യവസായ സ്ഥാപനം സംസ്ഥാന സർക്കാരിൻ്റെ പൊതുമേഖലാ സ്ഥാപനമാണ്. സർക്കാരിൻ്റെ ഖജനാവിലേക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും നികുതിയേതര വരുമാനമായും കോടിക്കണക്കിന് രൂപയ്ക്ക് സംഭാവന ചെയ്യുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ അഭിപ്രായത്തിൽ പൊതുമേഖലാ സ്ഥാപനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ അവകാശികൾ ഞാനും നിങ്ങളുമാണ്. അത് നോക്കാനുള്ള കാര്യസ്ഥപ്പണിയാണ് ഗവൺമെൻറ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റിനെ ഏൽപ്പിച്ചിട്ടുള്ളത്. അത് ഏത് ഗവൺമെൻറ് ആയാലും ഏത് മാനേജ്മെൻ്റ് ആയാലും ഒരു പ്രശ്നമല്ല. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ അവകാശത്തിലുള്ള ഈ പൊതുമേഖലാ സ്ഥാപനം, എൻ്റെയും നിങ്ങളുടെയും അവകാശത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനം ഏറ്റവും നന്നായി പ്രവർത്തിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഏറ്റവും മനോഹരമായി പോകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇതിൻ്റെ ലാഭവും നഷ്ടവും നമ്മുടെ ഭാഗം കൂടിയാണ്. അങ്ങനെ നിയമം കാണുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനം, ആ പൊതുമേഖലാ സ്ഥാപനത്തെ TP യൂണിറ്റിനെ ലാഭത്തിലാക്കുന്നത് ഈ മദർ പ്ലാന്റാണ്. TP യൂണിറ്റിനെ ലാഭത്തിലാക്കി കേരളത്തിൽ അടയാളപ്പെടുത്തുന്നത് ഈ മദർ പ്ലാന്റാണ്. ആ മദർ പ്ലാന്റിൽ പണിയെടുക്കുന്ന നൂറുകണക്കിന് തൊഴിലാളികൾ അവരെങ്ങനെ തൊഴിലാളികളായി എന്ന് ചോദിച്ചാൽ, അവർ തൊഴിലാളികളായത് ഒരു ചരിത്രമാണ്. ആ ചരിത്രം വേറൊന്നുമല്ല, അവരുടെ കിടപ്പാടം, അവരുടെ ഭൂമി, അവരുടെ വീട് ഈ സ്ഥാപനത്തിന് നൽകിക്കൊണ്ടാണ്. ഇവിടെ മണ്ണെടുക്കുന്നതിന് വേണ്ടി നിധി കാക്കുന്ന ഭൂതത്തെ പോലെ ഈ കരിമണ്ണ് സംരക്ഷിച്ച് കരിമണ്ണ് കൊള്ളക്കാർക്ക് വിട്ടുകൊടുക്കാതെ ഈ പൊതുമേഖലാ സ്ഥാപനത്തിന് വേണ്ടി കൊടുക്കാൻ തീരുമാനിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ വേറൊന്നിനുമല്ല, ഇത് പൊതുമേഖലാ സ്ഥാപനമാണ്. നാളെ എനിക്ക് അല്ലെങ്കിൽ എൻ്റെ തലമുറയ്ക്ക് ഒരു തൊഴിൽ ഇവിടെ ലഭ്യമാകുമെന്നുള്ള ആഗ്രഹത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഈ വസ്തു കൊടുക്കാൻ തയ്യാറായിട്ടുള്ളത്. അങ്ങനെ കൊടുത്തവർ അവരെ ഇവിടെ മൈനിങ്ങിൽ ലിസ്റ്റാക്കി DCW ആക്കി ഇങ്ങനെ വന്ന അവരെ സ്ഥിരവൽക്കരിക്കപ്പെടുക എന്നുള്ള ആശയം ഒരു ആദ്യത്തെ ആശയമല്ല. അവരെ സ്ഥിരമായി ജോലി എടുക്കണമെന്നുള്ള ആഗ്രഹം അവരുടെ മാത്രം ആഗ്രഹമല്ല, ഈ നാടിൻ്റെ ഒന്നാകെയുള്ള ആഗ്രഹമാണ്. കാരണം എന്തുകൊണ്ടാണ്? കുടിയെടുപ്പുകാർക്ക് അല്ലെ കുടി ഒഴിക്കപ്പെട്ടവർക്ക്, എവിക്ടീസിന് അവരുടെ വീടും വസ്തുവും കൊടുത്തവർക്ക്, ഒരു ജന്മനാട്ടിൽ ജീവിച്ചവർക്ക് പൊക്കിൾ കുടി ബന്ധമാണുള്ളത്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്താ? അവൻ ജനിച്ച മണ്ണിൽ മരിക്കുക എന്നുള്ളതാണ്. എല്ലാവരുടെയും സ്വപ്നം അതാണ്, അവൻ ജനിച്ച മണ്ണിൽ മരിക്കുക. അതൊരു പൊക്കിൾ കുടി ബന്ധമാണ്. ആ പൊക്കിൾ കുടി ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് ഈ വസ്തു കൊടുക്കുമ്പോൾ, വീട് കൊടുക്കുമ്പോൾ ഇതിനകത്ത് കയറി സ്ഥിരമായി ജോലി ചെയ്യാനുള്ള ആഗ്രഹമാണുള്ളത്. ആ ആഗ്രഹത്തിന് വേണ്ടിയാണ് ഇവരെല്ലാവരും ഇങ്ങനെ ഇങ്ങനെ നിന്നിട്ടുള്ളത്. എന്ന് DCW തൊഴിലാളികളായി പ്രവർത്തിക്കുന്നവർ, ആ പ്രവർത്തിക്കുന്നവർക്ക് മുമ്പ് എത്രയോ ആളുകൾ ഒന്ന് ആലോചിക്കണം. എത്രയോ ആളുകൾ ഇവിടെ സ്ഥിരവൽക്കരിക്കപ്പെടുന്ന ആഗ്രഹം കൊണ്ട് ഒരു പൈസ പോലും വാങ്ങാതെ ഈ മൈനിങ് മേഖലയിൽ നിന്ന് പടിയിറങ്ങിപ്പോയവരുണ്ട്. ഇന്നും തലയിൽ കൈവച്ച്, ഇന്നലെ ഒരു നേതാവ് പറഞ്ഞ പോലെ തലയിൽ കൈവച്ച് ഇവിടുന്ന് മടങ്ങിപ്പോയവർ, ഒന്നും വാങ്ങാതെ മടങ്ങിപ്പോയവരുണ്ട്. ആ ക്യൂവിലാണ് നിങ്ങളെല്ലാവരും നിൽക്കുന്നത്. അങ്ങനെ ക്യൂവിൽ നിൽക്കാൻ നമുക്ക് മനസ്സില്ല. DCW തൊഴിലാളികളെ സ്ഥിരവൽക്കരിക്കാൻ ആവശ്യമായ നിലപാട് സർക്കാർ സ്വീകരിക്കുന്നു. കേരളത്തിൽ ഇന്ന് ഒരു കടം പോലും ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു വലിയ ധാതു സമ്പത്താണ് കൊല്ലം ജില്ലയിൽ ഉണ്ടായിരുന്നത്. അവിടുന്ന് ഈ വസ്തു മേടിച്ചവരെ നിന്നൊക്കെ അവർ ആദ്യം കൊടുത്തൊരു വാഗ്ദാനമാണ്, ആ സ്ഥലം കൊടുത്തവർക്കെല്ലാം KMML ജോലി കൊടുക്കുമെന്ന്. ഏതാണ്ട് കഴിഞ്ഞ 20 വർഷമായിട്ട് അവിടെ ജോലി ചെയ്തവരെല്ലാം ഇപ്പോൾ പിരിഞ്ഞു പോയിട്ടും അവരെ സ്ഥിരപ്പെടുത്തിയില്ല. അവർ പെൻഷനില്ലാതെ പിരിഞ്ഞു പോയിരിക്കുകയാണ്. ഇപ്പോഴും നൂറുകണക്കിന് തൊഴിലാളികൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷേ അവരെ സ്ഥിരപ്പെടുത്തിയിട്ടില്ല ഇതുവരെ. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെയും RSPയുടെയും അതേപോലെ BMSൻ്റെയും ഒക്കെ നേതൃത്വത്തിലാണ് സമരം നടന്നെങ്കിൽ അതിനോടൊപ്പം തന്നെ CPIയുടെയും CPMൻ്റെയും തൊഴിലാളി സംഘടനകൾ കൂടെ ചേർന്ന് അവരോടൊപ്പം സമരം ചെയ്യേണ്ട ഒരു
കാഴ്ചയാണ് ഉണ്ടായത്. പക്ഷേ ഇതൊരു തട്ടിപ്പാണ്. കാര്യം വർഷങ്ങളായിട്ട് ഇവിടെ LDFും UDF ഭരിച്ചിട്ട് ഇവരെ സ്ഥിരപ്പെടുത്താതെ ഈ തൊഴിലാളികളെ മുന്നിൽ നിർത്തി ഒരു തട്ടിപ്പ് പോലെ ഒരു സമരം ചെയ്യും. ഇപ്പോൾ ഇന്നലെ ഈ തൊഴിലാളി നേതാക്കൾ പോയി കണ്ടപ്പോൾ പറഞ്ഞത് 5 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ MD വരും, അതിനുശേഷം സംസാരിക്കാമെന്നാണ്. 20 വർഷമായിട്ട് പരിഹരിക്കാത്ത ഒരു കാര്യം 5 ദിവസം കഴിഞ്ഞ് പരിഹരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. പക്ഷേ ഈ തൊഴിലാളികളെല്ലാം ചേർന്ന് അവിടെ വലിയൊരു സമരം നടത്തിയിരിക്കുന്നു. ഇത് അറിയാം, ഈ കൊല്ലം ജില്ലയിൽ കശുവണ്ടിയുടെയും കയറിൻ്റെയും ഒക്കെ വ്യവസായ കേന്ദ്രങ്ങളായിരുന്നു. ഇവിടുന്ന് കയർ കയറ്റിയെടുത്തപ്പോൾ അന്യനാട്ടിലെ വിദേശികളാണ് ഈ കയറിലിരുന്ന് തിളങ്ങുന്നത് എന്താണെന്ന് കണ്ടുപിടിച്ചാണ് നമ്മുടെ കൊല്ലത്ത് ഈ ധാതു ഖനനം ചെയ്യാൻ പറ്റുന്ന അത്രയുള്ള കേരളത്തിൻ്റെ വലിയൊരു സമ്പദ് വ്യവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളും ഭരണകർത്താക്കളുമെല്ലാം കൈക്കൂലികളായിട്ട് പല രീതിയിലും പൈസ മേടിച്ചുകൊണ്ട് അവിടെ പല അഴിമതികളും നടത്തിക്കൊണ്ടാണ് ഈ കേരളത്തിൽ ഇത് ഇപ്പോഴും കടത്തിൽ ആയിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ പലരും സമ്മതിച്ചിട്ടുണ്ട്, പൈസ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടെന്ന്. അത് രാഷ്ട്രീയക്കാരനെന്ന നിലയിലാണ് വാങ്ങിയത്. എന്തായാലും അവിടുത്തെ തൊഴിലാളികളെ കഷ്ടത്തിലാക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഉണ്ടായി. ഇതുവരെ സ്ഥിരപ്പെടുത്തിയിട്ടില്ല. 20 വർഷമായിട്ട് ഈ തൊഴിലാളികളെ പറഞ്ഞു പറ്റിച്ചുകൊണ്ട് ഒരു സമരം നടത്തും. പിന്നീട് അവർ പോയി ധാരണയാകും. വീണ്ടും ഇത് നീണ്ടുപോകും. അടുത്ത ഭരണം വരും. ആ ഭരണത്തിൽ കയറി കഴിയുമ്പോൾ ഇവരുടെ കാര്യം മറക്കും. അങ്ങനെയുള്ളൊരു കാഴ്ചയാണ് ഇവിടെ നടന്നത്. എന്തായാലും ഇതിനൊരു പരിഹാരം കാണട്ടെ, ഇവരെ സ്ഥിരപ്പെടുത്തട്ടെ. കൊല്ലത്ത് KMML ആ തൊഴിലാളികൾ 20 വർഷമായിട്ടും അല്ലെങ്കിൽ അവരെ ജീവനും അവർക്കുള്ള സ്വന്തം കിടപ്പാടം കൊടുത്ത് ജോലി മേടിച്ചവരെ സ്ഥിരപ്പെടുത്തണമെന്ന് പറഞ്ഞുള്ള ഈ സമരമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്തായാലും അവർക്കുള്ള ഈ ആവശ്യം പൂർണ്ണമായിട്ടും പരിഹരിക്കട്ടെ, പൂർണ്ണമായിട്ടും അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യട്ടെ. കർമ്മ ന്യൂസ്, രാമഭദ്രൻ.